ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വീട്ടുകളിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളിപ്പോൾ എന്താ പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം നമുക്ക് ബ്രെഡ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി നമുക്കൊരു 4 പഴം അരിഞ്ഞെടുക്കാം. ഇത് ഉണ്ടാക്കാൻ നല്ല പഴുത്ത പഴം കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇതും പഴുത്തിട്ടുണ്ട്, പക്ഷെ നല്ല അതേപോലെ പഴുത്തിട്ടില്ല, കുറച്ച് പഴുപ്പ് കുറവാണ്. ഇനി നമുക്ക് ഈ പഴം 4 എണ്ണം കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ചിപ്സിനൊക്കെ അരിയുന്നതിനേക്കാളും ഇച്ചിരി കനം കൂട്ടി അരിയണം കേട്ടോ. അതിന് നമ്മൾ പഴമൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടോ, ഈ പഴം ഇനി നമുക്ക് ചട്ടിയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. വീഴൊന്നുമില്ലല്ലോ. ഈ നന്നായിട്ടൊന്ന് നെയ്യ് ഉരുകി വരട്ടെ. ഇപ്പം നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പഴം നെയ്യിൽ കിടന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ പഴമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിൻ്റെ ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിതിലിട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. നമുക്ക് നന്നായിട്ടൊന്ന് പഴമും പഞ്ചസാരയും പാടെ മിക്സാക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. നമുക്ക് ഇറക്കി വെക്കാം. ഇത് നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒന്നുകൂടി ലൂസായിട്ടുണ്ടാവും കേട്ടോ. ഇത് അങ്ങനെ പഴുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുട്ട റെഡിയാക്കി എടുക്കാം. ഞാൻ അതിന് വേണ്ടി 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് അടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിൽ നമുക്കൊരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി മുട്ടയും പാലും പഞ്ചസാരയും ഏലക്കയൊക്കെ ഒക്കെ മിക്സാവുന്ന രീതിയിൽ അടിച്ചു കൊടുക്കാം. ഇപ്പം പാലും പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സായി പഞ്ചസാരയൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ നിന്നൊരു ബ്രെഡ് എടുത്തിട്ട് ഇവിടെ വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് മുറിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ 4 സൈഡും മുറിച്ച് ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരന്നോട്ടോ. ബ്രെഡ് എടുക്കുമ്പോൾ മാക്സിമം പുതിയ ബ്രെഡ് എടുക്കണം, അതില്ലെങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ. അതിന് നമ്മുടെ ബ്രെഡ് നന്നായിട്ട് പരന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല നൈസിൽ പരന്ന് വന്നു. ഇതേപോലെ പരത്തിയെടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ അടിപൊളിയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിലൊരു ബ്രെഡ് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ റോസ്റ്റിൽ കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ബ്രെഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഈ മുട്ട കലക്കിയതൊന്ന് സൈഡിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് പറഞ്ഞാൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് 3 സൈഡും ഒഴിച്ചു കൊടുക്കുക. നമുക്ക് പതുക്കെ അങ്ങനെ എടുത്ത് ഇങ്ങനെ റോളാക്കി എടുക്കാം. കണ്ടില്ലേ,
കണ്ടില്ലേ ഇതേപോലെ. ഇപ്പം നമ്മുടെ ബ്രെഡൊക്കെ നല്ല അടിപൊളിയായിട്ട് റോളാക്കി എടുത്തിട്ടുണ്ട്. ഈ സൈഡൊക്കെ കണ്ടില്ലേ പൊട്ടിക്കണത് ഇവിടൊക്കെ. ഈ പൊട്ടി പറഞ്ഞിട്ട് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. നമ്മൾ മുട്ടയിലിട്ടിട്ട് എണ്ണയിലിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ പിന്നെ പൊട്ടി പുറത്ത് വരത്തൊന്നുമില്ല. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിതിൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. നമുക്ക് നെയ്യ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം പരത്തി. ഓക്കെ, നെയ്യ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സാധനം ഒരു റോൾ എടുത്തിട്ട് ഈ കോഴിമുട്ടയിൽ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. ഈ സൈഡൊക്കെ കളറൊക്കെ മാറി മുട്ടയൊക്കെ പൊരിഞ്ഞ് വരുന്നത് ചെറിയ തീ വേണം വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡല്ലേ കരിഞ്ഞു പോവും. ഇത് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒരു വശത്ത് വെന്ത് ഇനി മറ്റേ വശത്തും കൂടി ഇതേപോലെ ആവട്ടെ. ചെറിയ തീ വെച്ച് കൊടുക്കണേ. ഇനിയിപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ സൈഡും കൂടി ഒന്ന് ഒരു കളറായി വരട്ടെ. അങ്ങനെ 4 സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ചെയ്യാം. ഒന്നെടുത്ത് ഇതേപോലെ മുക്കി ഇതേപോലെ വെച്ച് കൊടുക്കുക. അടുത്തത് ഇതേപോലെ എടുത്ത് ഇതേപോലെ മുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അടുത്തത് ഇതേപോലെ എടുത്ത് ഇങ്ങനെ മുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് എല്ലാതും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ മക്കളെ, നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പലഹാരം റെഡിയായി. ഇതാണ് ബനാന ബ്രെഡ് ടോസ്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാധനം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ബിസ്ക്കറ്റ് റസ്കൊക്കെ അല്ലേ വെച്ച് കൊടുക്കുക. ഇതിൽ ഒരെണ്ണം വെച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.